നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വടുകപ്പുളി നാരകത്തിനെയാണ്. കടുകപ്പുളി നാരകം, ജോനക നാരകം എന്നെല്ലാമാണ് ഇതിൻ്റെ മറ്റു പേരുകൾ. റുട്ടേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിട്രസ് ഒറാൻഡ്രിഫോളിയ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ലിംബകം, മഹാജംബീരം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കറിയുണ്ടാക്കുന്നതിനും അച്ചാറിടുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഇടത്തരം മുള്ളുള്ള വൃക്ഷമാണിത്. ഇതിൻ്റെ മരപ്പട്ടയ്ക്ക് കറുപ്പ് കലർന്ന പച്ച നിറമാണ്. പ്രായമാകുമ്പോൾ അതിൽ ധാരാളം വെള്ളപ്പുള്ളികളും കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇലകൾ ഒന്നിടവിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ചെറുനാരകത്തിൻ്റെ ഇലയിടതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇലകളും. ഇലഞ്ഞെട്ടിന് ചിറകുണ്ടായിരിക്കും. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾക്ക് നല്ല കടും പച്ച നിറമാണ്. അടിഭാഗത്ത് ഇളം പച്ച നിറവുമാണ്. നല്ല കട്ടികൂടിയ ഇലകൾക്ക് ഏകദേശം 9 സെൻറ്റിമീറ്ററോളം നീളം വരും. ഇത് തിരുമ്മിയാൽ നല്ല രൂക്ഷഗന്ധമുണ്ട്. ഇളം പച്ച കലർന്ന വെളുത്ത നിറമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. ചെറുനാരകത്തിൻ്റേത് പോലെയുള്ള പൂക്കളാണെങ്കിലും വലിപ്പം കൂടുതലാണ്. മാർച്ചോടെയാണ് ഇതിൻ്റെ പൂക്കാലം. ഏകദേശം ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഫലം പഴുത്ത് പാകമാകും. ഏകദേശം 9 സെൻറ്റിമീറ്ററോളം വലിപ്പം വരുന്ന ഗോളാകൃതിയിലുള്ള ഫലമാണ് ഇതിൻ്റേത്. അത് പാകമാവുന്നതിന് മുമ്പ് ഇളം പച്ച നിറത്തിലും പാകമായാൽ മഞ്ഞ നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഫലത്തിൻ്റെ പുറന്തോടിന് നല്ല കട്ടിയുണ്ട്. ഇതിനുള്ളിലുള്ള അല്ലികൾക്കുള്ളിലാണ് വിത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 2 സെൻറ്റിമീറ്ററോളം വലിപ്പം വരുന്ന വിത്തുകൾക്ക് ഗോളാകൃതിയാണ്. സിട്രിക് ആസിഡ്, ലിമോണിൻ, നോബിലെറ്റിൻ എന്നിവയാണ് ഇവയിലെ പ്രധാന രാസഘടകങ്ങൾ. എരിവും പുളിയുമാണ് രസം. ശീതവീര്യം, ചുമ, നെഞ്ചുവേദന, പനി എന്നിവയിൽ ധാരാളമായി ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ പഴനീർ ക്ഷീണമകറ്റുന്നതിന് നല്ലതാണ്. ഇതിൻ്റെ പഴത്തൊലിയിൽ നിന്ന് ലഭിക്കുന്ന നിമ്പുതൈലം പ്രസവാനന്തര രക്തസ്രാവത്തിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. വടുകപ്പുളി നാരകത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഔഷധഗുണങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. വടുവപ്പുളി നാരങ്ങ അല്ലെങ്കിൽ വടുകപ്പുളി നാരക എന്നൊക്കെ പറയും. സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അച്ചാറാണത്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അച്ചാറുമാണ്. പക്ഷെ അതിന് നല്ല ഫലമുണ്ട്. ഈ സദ്യയിൽ ചേർക്കുന്നത് തന്നെ അതിൻ്റെ ഔഷധ മൂല്യം കൊണ്ടാണ്. കാരണം ഇത് ദീപനമാണ്, പാചനമാണ്. കാരണം ഈ സദ്യ ഉണ്ണുമ്പോൾ പായസക്കൂട്ടി ഹെവി ആയിട്ടുള്ള ഒരു ലഞ്ച് കഴിച്ചാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കണമെങ്കിൽ നാരങ്ങ കഴിക്കണം. ആ നാരങ്ങ ചെന്നാൽ അതിൽ ചില ആസിഡ് ഉണ്ട്. സിട്രിക് ആസിഡ് ചെന്ന് കഴിഞ്ഞാൽ ഈ പായസം അധികം കഴിച്ചു കഴിഞ്ഞാൽ ആ പായസം ഈ ആമാശയത്തിൽ ദഹിക്കണമെങ്കിൽ അത് അത്രയധികം ഈ അസിഡിക്കായിട്ടാണ് ചെല്ലുക. അപ്പോൾ ഈ നാരകം അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ പാൽപ്പായസമാണെങ്കിൽ പറഞ്ഞ പാലിൽ അങ്ങോട്ട് പെട്ടെന്ന് പിരിച്ചിട്ട് പിന്നെ അങ്ങ് ദഹിക്കും. അതാണ് ഈ പായസം കഴിച്ചതിൻ്റെ ഒപ്പം ഈ നാരങ്ങക്കറി കഴിക്കുന്നത് ആൾക്കാർ. പിന്നെ ഇതിൻ്റെ ഒരു ബലശ്രുതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ നാരങ്ങ വെള്ളം ഈ വേനൽക്കാലത്ത് ക്ഷീണം അകറ്റാക്കാൻ അകത്തേക്ക് കഴിക്കാം. ഇതിൻ്റെ ഈ ഔഷധമൂല്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്രയോഗത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ തോടിന് ഭയങ്കര അത്ഭുതം. ഈ നാരങ്ങ നമ്മൾ തോല് ചെത്തിക്കളയുക, തോട് എടുത്തു കഴിഞ്ഞാൽ ഈ മുഖക്കുരുവിന് അത് ദിവസേന മെല്ലെ ഇങ്ങനെ മുഖത്ത് മാസേജ് ചെയ്ത് കഴിഞ്ഞാൽ മുഖക്കുരു കുറയും. അതുപോലെ തലയിൽ താരനുള്ള ആൾക്കാർ മുടിയൊന്നും അങ്ങോട്ട് വെട്ടിയിട്ട് ഇത് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉറച്ചാൽ മതി. ഈ നാരക ഇതിട്ട് കഴിച്ചാൽ താരൻ പെട്ടെന്ന് പോകും. പിന്നെ ഇതിൻ്റെ ഒരു ബലം, ഇതിൻ്റെ ഇല എടുത്തിട്ട് ഈ ചൊറി ചരങ്ങുള്ള ആൾക്കാർക്ക് ഇല താളി പോലെ മേലെ തേച്ച് കുളിക്കാം. പ്രത്യേകിച്ച് ഈ കറുത്ത നിറത്തിൽ കട്ടിയായിട്ടുണ്ടാകുന്ന ഈ ചൊറികൾക്കൊക്കെ ഇതിൻ്റെ നാരകത്തിൻ്റെ ഇല എടുത്തിട്ട് അരച്ച് തേച്ച് കുളിച്ചാൽ പെട്ടെന്ന് ചൊറിച്ചിൽ മാറും.